ചിലരിങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ, അതിനാണ് ഞങ്ങളോട് സാക്ഷ്യം കേൾക്കണം എന്നൊക്കെ പറയണത്. എന്താ വെച്ചാൽ ചിലരിങ്ങനെ ചിന്തിച്ചാൽ മതി ഉടമ്പടി എടുക്കാമെന്ന്, അപ്പം തന്നെ തടസ്സങ്ങൾ മാറാൻ തുടങ്ങും. ഓഫർ ലെറ്റർ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്ഥലം നോക്കാൻ ആൾ വരുന്നു, പെട്ടെന്ന് അപ്പം തന്നെ അതിൻ്റെ അർത്ഥം എന്താ? മാതാവിൻ്റെ പറഞ്ഞു നീ ഉടമ്പടി എടുക്കൂ എന്താ കാര്യം? നീ ഉടമ്പടി എടുത്താൽ രക്ഷപ്പെടും എന്ന് അമ്മ പറയണത്. നീ എടുത്താൽ രക്ഷപ്പെടും. എന്താ കാര്യം? നിനക്ക് വിശ്വസ്തത ഉണ്ടെന്ന്. അതാണ് വിഷയം. ഉടമ്പടി നമുക്കിത് സൂക്ഷിക്കേണ്ടതേ ഉള്ളൂ, വിശ്വാസമല്ല. പിന്നെ എന്താണ്? വിശ്വസ്തത. അതാണ് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം നമ്മൾ വിശ്വസ്തരാണെങ്കിൽ അപ്പം തന്നെ ദൈവം ഇഷ്യൂ ചെയ്യും, അനുഗ്രഹം ഇഷ്യൂ ചെയ്യും. എന്താ? ദൈവത്തിന് ഗ്യാരണ്ടിയാണ്, നിങ്ങൾ വിശ്വസ്തരാണ്. അതൊരു വലിയൊരു സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഇത്തരം ചെയ്താൽ മതി. കർത്താവേ, എനിക്ക് വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് വിശ്വസ്തതയുടെ അരൂപി തരണം, എനിക്ക് നിൻ്റെ കൂടെ വിശ്വസ്തയോടെ ഈ ഉടമ്പടി ജീവിക്കണം.